പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞങ്ങളൊരു വേറിട്ട ഒരു വീഡിയോയിലാണ് എത്തിയിട്ടുള്ളത്. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ തന്നെ പ്രത്യേകിച്ച് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലും ഒരു വേറിട്ട രീതിയിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രിയങ്കരനായ മച്ചേരി ഫാറൂഖ് സാഹിബ് ദീർഘനാളായ MSF തലം തൊട്ട് ഏതാണ്ട് അരനൂറ്റാണ്ടോളമായി സംഘടനാ തലത്തിൽ മുസ്ലിം ലീഗിൻ്റെ കരുത്തുറ്റ ഞങ്ങളുടെയൊക്കെ നേതാവായി എന്നും അപ്ഡേറ്റായി തുടക്കം മുതൽ ഇന്ന് വരെ ഒരേ ലെവലിൽ യാത്ര ചെയ്യുന്ന പ്രിയങ്കരനായ മച്ചേരി ഫാറൂഖ് സാഹിബ് ഒരു ചരിത്ര മുഹൂർത്തത്തിൽ ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മാതാവ് നഫീസ ഉമ്മ നൽകിയ 4 സെന്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ മുസ്ലിം ലീഗിൻ്റെ കായിക മില്ലത്ത് സൗദം എന്ന ഒരു മഹത്തായ ഓഫീസ് ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബഹുമാനിയായ പാണക്കാടിൻ്റെ പൂമുക്ക് പാണക്കാട് സൈഡ് സ്വാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ഒരുപാട് അതിൻ്റെ പ്രോഗ്രാമുകളും മറ്റുമൊക്കെ ആയിട്ട് അദ്ദേഹം വളരെ തിരക്കിലാണ്. അപ്പോൾ നമ്മുടെ ഈ ഓഫീസൊന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പിന്നെ കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കാനും ബഹുമാനായ മച്ചേരി ഫാറൂഖ് സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ പ്രിയങ്കരനായ മത്സ്യബന്ധന തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ഒക്കെ നാസറും നമ്മളൊപ്പം ഉണ്ട്. അതിന് ഇന്നത്തെ ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി പ്രിയങ്കരനായ മച്ചേരി ഫാറൂഖ് സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. CPM കോട്ടയായിരുന്ന ഒരു കാലത്ത് ഈ പാലക്കാട് പ്രദേശം കോട്ടയിൽ നിന്ന് 10-50 വർഷത്തെ ഇവിടുത്തെ ചെറിയ ചുരുക്കം ആളുകളുടെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ഈ പാർട്ടിയുടെ ഹരിത പതാക കോലംപടിയിൽ സ്ഥാപിക്കുകയും അന്ന് മുതൽ തുടക്കം കുറിച്ച് ഇന്ന് ഇവിടെ എത്തി നിൽക്കുകയാണ്. നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ഇന്നിപ്പോൾ ഏറ്റവും ഭൂരിപക്ഷമുള്ള മുസ്ലിം ലീഗിന് അജയ്യമായ ശക്തിയുള്ള ഒരു വാർഡായി ഈ വാർഡിനെ മാറ്റിയെടുക്കാൻ കഴിയുന്നു. കഴിഞ്ഞ കാല പ്രവർത്തനത്തിൻ്റെ ഫലം വൈത്തറോമ പ്രവർത്തനം മലപ്പുറം ജില്ലയിൽ ഒരു മാതൃകാ പ്രവർത്തനമാണ്. ആ വൈത്തറോമ പ്രവർത്തനം തുടക്കം കുറിക്കുന്നതിന് മുമ്പ് 5 വീടുകൾ ഞങ്ങളുടെ ഈ പ്രദേശത്തെ ഈ പാതായിക്കര മേഖല മുസ്ലിം കമ്മിറ്റിയുടെ കീഴിൽ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ഇപ്പോൾ 14 വൈത്തറോമകൾ പൂർത്തിയാക്കിയ കഴിഞ്ഞ വർഷമാണ് 14ാമത്തെ വൈത്തറോമ വീടിൻ്റെ പൂർത്തീകരിച്ച ഉദ്ഘാടനം കഴിഞ്ഞു. ഈ ഓഫീസ് ഞങ്ങൾക്ക് ഒരു ചിരകാല സ്വപ്നമാണ്. ഏതൊരു മുസ്ലിം ലീഗിനും ആഗ്രഹിക്കുന്നതാണ് അവനവൻ്റെ പ്രദേശത്ത് മുസ്ലിം ലീഗ് സ്വന്തമായിട്ടുള്ള ഓഫീസ്. വാടകം പോലും ഓഫീസില്ലാത്ത ദേശീയ പാർട്ടികളുടെ നാടാണ് എന്നുള്ളതാണ്. അവിടെയാണ് ഈ ചെറിയൊരു കൊച്ചു പാർട്ടിയുടെ ഒരു ചെറിയൊരു വാർഡ് കമ്മിറ്റി എല്ലാ നിലക്കും ഹൈടെക് സംവിധാനം ആധുനിക സംവിധാനത്തിലാണ് ഈ ഓഫീസ് നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. ഏകദേശം 30 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാവ് മച്ചേരി നഫീസ എന്ന മഹർഷി 4 സെന്റ് ഈ പാർട്ടിക്ക് വേണ്ടി സംഭാവന നൽകി രജിസ്റ്റർ ചെയ്ത് തന്ന സ്ഥലത്താണ് 2000 സ്ക്വയർ ഫീറ്റിൽ ഇന്ന് ഈ ഓഫീസ് കെട്ടിടം ഈ വരുന്ന 19 ഉദ്ഘാടനം ചെയ്യും. ഈ ഓഫീസിന് ആധുനിക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അടിയിൽ 4 റൂമുകളാണ്. ആ 4 റൂമുകളിൽ ഫസ്റ്റ് റൂമിൽ കയറി വരുന്ന റൂമിൽ കുട്ടികൾക്ക് വായനാശീലം പഠിക്കാൻ ഒരു ആധുനിക ലൈബ്രറി സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ അതിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ക്യാരം ബോർഡ്, TV കാണാനുള്ള സംവിധാനം, വായിക്കാനുള്ള സംവിധാനം ആ ഫസ്റ്റ് റൂമിൽ ഞങ്ങളത് സജ്ജീകരിച്ചു വിദ്യാർത്ഥികൾക്ക് വേണ്ടി. രണ്ടാമത്തെ റൂം ഒരു എക്സിക്യൂട്ടീവ് റൂമാണ്. എക്സിക്യൂട്ടീവ് റൂം പാർട്ടി എക്സിക്യൂട്ടീവ് യോഗങ്ങളും ഒക്കെ ചേരുന്നതിന് വേണ്ടിയാണ് രണ്ടാമത്തെ റൂം സജ്ജീകരിച്ചത്. മൂന്നാമത്തെ റൂം യൂത്ത് ലീഗ് കമ്മിറ്റിക്കാണ്. ആ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്ക് ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഓൺലൈൻ സംവിധാനം ഇന്നൊക്കെ ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറിയ കാലഘട്ടം. അപ്പോൾ ആ ഓൺലൈൻ സംവിധാനം സൗജന്യമായി നൽകുന്നതിനുള്ള കമ്പ്യൂട്ടർ, പ്രിൻ്റർ, സ്കാനർ ഉൾപ്പെടെയുള്ള ആധുനിക ഒരു നെറ്റ് കണക്ഷൻ ഉൾപ്പെടെയുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ട് ഈ പ്രദേശത്തെ പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യ ഓൺലൈൻ സംവിധാനം ഒരുക്കാനാണ് 3ാമത്തെ റൂം എന്ന് സജ്ജീകരിച്ചത്. 4ാമത്തെ റൂം വനിതാ ലീഗിന് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ആ വനിതാ ലീഗിനെ കൊണ്ട് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുള്ളത് അവർക്ക് ഈ പ്രദേശത്ത് വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള
ജീവോപാധി എന്ന നിലയിൽ ഒരു ടൈലറിംഗ് യൂണിറ്റ് അതുപോലുള്ള സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള പദ്ധതികളും തൊഴിൽ പഠിപ്പിക്കാനുള്ള ഒരു കേന്ദ്രം കൂടി അവിടെ നമുക്ക് സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരാൾ കോൺഫറൻസ് ഹാളാണ്, അതിൻ്റെ മുകൾ ഭാഗം കോൺഫറൻസ് ഹാളാണ്. ഏകദേശം 125-ലധികം ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഫുൾ AC സംവിധാനം, CCTV സംവിധാനം, TV സംവിധാനമൊക്കെ ഒരുക്കിയിട്ടാണ് ഈ ഓഫീസ് സംവിധാനം ഞങ്ങൾക്ക് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് തന്നെ മലപ്പുറം ജില്ലയിൽ ഇതുപോലുള്ള സംവിധാനം ഒരുക്കിയ വേറൊരു ഓഫീസ് ഉണ്ടാക്കാൻ വളരെ പ്രയാസമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഏകദേശം 30 ലക്ഷം രൂപയാണ് ഇതിന് ചെലവഴിച്ച് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പ്രവാസികളുടെ വലിയ സഹായത്തോടു കൂടി, ഒപ്പം തന്നെ പെരിന്തൽമണ്ണയിലെ വൻകിട ബിസിനസ്സുകാർ അവരുടെയൊക്കെ പരിപൂർണ സഹായത്തോടു കൂടിയാണ് ഇങ്ങനെ സംവിധാനം നമുക്ക് ഇവിടെ ഒരുക്കാൻ കഴിഞ്ഞത്. ഇത് ഞങ്ങളെ സംബന്ധിച്ച് അഭിമാനിക്കാം, പാലക്കാരെ സംബന്ധിച്ച് അഭിമാനിക്കാം. ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് ഈ 19-ാം തീയതി തുടക്കം കുറിക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് ഒരു മണ്ഡല കമ്മിറ്റിക്കോ മുനിസിപ്പൽ കമ്മിറ്റിക്കോ പോലും നടത്താൻ കഴിയാത്ത രീതിയിലുള്ള 7 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ ഒരു സമ്മേളനമാണ് ഞങ്ങൾ ഇന്ന് തുടക്കം കുറിച്ചത്. രാവിലെ ബഹുമാനപ്പെട്ട ഈ പ്രദേശത്തെ അനിൽഭർത്തായ സിദ്ദീഖുമായി തങ്ങൾ പതാക ഉയർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഇന്ന് തുടക്കം കുറിച്ചത്. ഇപ്പോൾ 3 മണി സമയത്ത് വനിതകൾ, ഈ പ്രദേശത്തെ വനിതകളുടെ ഒരു സംഘമാണ് ഇവിടെ സംഘടിപ്പിക്കാൻ പോകുന്നത്. ഏകദേശം 100-200ഓളം വനിതകൾ സംഘടിപ്പിച്ചുകൊണ്ടുള്ള വനിതാ സമ്മേളനം സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി PMA സലാമും, അതിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, വനിതാ ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സുബ്ര മമ്പാട് ഉൾപ്പെടെയുള്ള പ്രമുഖർ സംബന്ധിക്കാം. നാളെയും മറ്റന്നാളും ഇങ്ങനെ 7 ദിവസം തുടർച്ചയായിട്ട് സമ്മേളനങ്ങൾ നടക്കും. 17-ാം തീയതി സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെ ക്ഷേമനിധി തൊഴിലാളികളെ വെച്ചുകൊണ്ട് 400ഓളം ക്ഷേമനിധി തൊഴിലാളികളുടെ വലിയൊരു സംഘം കൂടെ സംഘടിപ്പിക്കാൻ പോകും. പ്രവാസികളുടെ സംഗമം സംഘടിപ്പിക്കാൻ പോകും. വിദ്യാർത്ഥികളുടെ സംഗമം സംഘടിപ്പിക്കുന്നു. യുവാക്കളുടെ സംഗമം സംഘടിപ്പിക്കുന്നു. ഒപ്പം തന്നെ കുടുംബ സംഗമം 18-ാം തീയതി കുടുംബ സംഗമം. ആ കുടുംബ സംഗമത്തിൽ രാത്രി 9 മണി മുതൽ പ്രദേശത്തെ കലാകാരന്മാരുടെ കലാപരമായ കഴിവ് പ്രയോഗിക്കാനുള്ള, അവർക്ക് അവതരിപ്പിക്കാനുള്ള വേദി കൂടി നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പ്രദേശത്തെ പാട്ട് പാടാൻ കഴിവുള്ള, കോൽക്കളി കളിക്കാൻ കഴിവുള്ള, അതേപോലെ തന്നെ നാടൻ പാട്ട് പാടാൻ കഴിവുള്ള, ഡാൻസ് ആടാൻ കഴിവുള്ള, അങ്ങനെ റീൽസ് ഇവിടെ ഒരു പ്രത്യേകതയുള്ള പാതായിക്കരയിൽ ഒരുപാട് റീൽസ് താരങ്ങളുണ്ട്. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന റീൽസ് താരങ്ങൾ ഇന്ന് പാതായിക്കരയിലുണ്ട്. അവരൊക്കെ ഉപയോഗിച്ച് കൊണ്ടുള്ള പ്രാദേശിക കലാകാരന്മാരുടെ ഒരുപാട് പരിപാടികൾ ഈ 18-ാം തീയതി നടത്താൻ പോകും. 19-ാം തീയതി പാലക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ ഓഫീസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. ബഹുമാനപ്പെട്ട P. അബ്ദുൽ വഹാബ് ഉൾപ്പെടെയുള്ള അഖിലേന്ത്യ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ സംസ്ഥാന നേതാക്കളും MP-മാർ MLA-മാർ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യത്തിൽ വെച്ചാണ് ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം മലപ്പുറത്തെ ഒരു പ്രമുഖ പ്രൊഫഷണൽ ഗാനമേള ടീമിൻ്റെ ഒരു ഗാനമേള കൂടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച്, ഈ പാതാക്കരക്കാരെ സംബന്ധിച്ച് ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷി വയ്ക്കാൻ പോവുകയാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടായിട്ടുണ്ട്, സഹായം ഉണ്ടായിട്ടുണ്ട്. ഈ അവസരത്തിൽ അതിന് നന്ദി കടപ്പാടും അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഈ വരുന്ന തുടർ ദിവസങ്ങളിൽ അതിൻ്റെ എല്ലാ സമയങ്ങളിലും നിങ്ങളുടെ സാന്നിധ്യ സമ്മേളനങ്ങളിൽ നിങ്ങളുടെ സാന്നിധ്യവും സഹായവും പിന്തുണയും ഉണ്ടാകണം. പ്രത്യേകിച്ച് 19-ാം തീയതി നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും ഇവിടെ ഉണ്ടാകും എന്ന് അഭ്യർത്ഥിക്കുന്ന ഈ സ്നേഹപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, നേരത്തെ സൂചിപ്പിച്ചു ബഹുമാന്യനായ പച്ചീർ ഫാറൂഖ് സാഹിബ്, അദ്ദേഹത്തിൻ്റെ ഉമ്മ നൽകിയ 4 സെൻറ്റ് ഭൂമിയിലാണ് ഈ ഒരു മഹത്തായ ഈ ഒരു കെട്ടിട സമുച്ചയം ഇവിടെ നിർമ്മിച്ച് ഉദ്ഘാടനത്തിന് ഒരുങ്ങിയിട്ടുള്ളത്. പച്ചേരി കുഞ്ഞുമൊയ്തീൻ സാഹിബിൻ്റെയും അതുപോലെ തന്നെ പച്ചേരി നഫീസ എന്നിവരുടെ സ്മാരക ഹാളാണ്, AC ഹാളാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വിപുലമായി തന്നെ പെരിന്തൽമണ്ണയിലേക്ക് മാതൃകയാവുന്ന രൂപത്തിലുള്ള ഒരു കെട്ടിട സമുച്ചയം മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി സംഭാവന നൽകിയ ഈ ഒരു ഏരിയയിലെ, പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം വഹിച്ച, ഇതിനെല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന് നേതൃത്വം നൽകിയ പ്രിയങ്കരനായ പച്ചേരി ഫാറൂഖ് സാഹിബിനെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. ഇത് അപ്സ്റ്റെയറാണ്. അവിടുന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. അവിടെയാണ് നേരത്തെ പറഞ്ഞ ഓഫീസുകളൊക്കെ ഉള്ളത്. നേരത്തെ ഫാറൂഖ് സാഹിബ് സൂചിപ്പിച്ച ഒരു ഓഫീസാണിത്.
വളരെ ശീതീകരിച്ച റൂമിൽ വളരെ ഭംഗിയോടെ നിർമ്മിച്ചിട്ടുള്ള ഒരു ഓഫീസ്. മുസ്ലിം യൂത്ത് ലീഗിന് ഉള്ള ഒരു റൂം എന്നുള്ള നിലക്കാണ് ഒരു റൂം ഒരുക്കിയിട്ടുള്ളത്. മറ്റൊരു റൂം, അതിൻ്റെ തൊട്ട റൂം ഞാൻ കാണിച്ചു തരാം. അത് ഇവിടെ സേവനത്തിന്, അതായത് ജനസേവ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓൺലൈൻ സംവിധാനത്തിൽ മുസ്ലിം ലീഗിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാനും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള സാധാരണക്കാർക്ക് അവർക്ക് ആവശ്യമായ ഓൺലൈൻ സൗകര്യം ഒരുക്കാൻ ഏറ്റവും ഉതകുന്ന രീതിയിൽ ഒരു ഓൺലൈൻ സംവിധാനം ഒരുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൻ്റെമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു റൂം ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ അപ്പുറത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മറ്റൊരു ഓഫീസ് റൂമാണ്. വളരെ ഭംഗിയോടെ നിർമ്മിച്ച ഒരു ഓഫീസ്. നടക്കുന്ന വനിതാ സമ്മേളനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വനിതകളൊക്കെ എത്തി ഏതായാലും ഈ ഒരു അഭിമാന സമുച്ചയം നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ്.